ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന കടപ്പാട്ടൂരിൽ നിന്ന് ഇറങ്ങിയതോടെ വൈജയന്തി തിരിച്ച് കടപ്പാട്ടൂരെത്തി. ശിവശങ്കര മേനോനാണ് വൈജയന്തിയെ തിരിച്ച് കടപ്പാട്ടൂരെത്തിക്കുന്നത്. തികച്ചും വിജയശ്രീ ലാളിതയെ പോലെയാണ് വൈജയന്തി തിരിച്ച് കടപ്പാട്ടൂരെത്തിയത്. എന്നാൽ അതിൻ്റെതായ പരിഗണനയൊന്നും വൈജയന്തിക്ക് മക്കളിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കിട്ടിയില്ല. അതവരെ വല്ലാതെ അരിശം കൊള്ളിച്ചു. 3-4 ദിവസം വൈജയന്തി തൻ്റെ വീട്ടിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ചു. മക്കളൊന്നും പഴയ പോലെയല്ല. അവർക്കെല്ലാത്തിലും ഒരടക്കം ചുട്ടിയും വന്നിരിക്കുന്നു. ഒരു റുട്ടീൻ ഉണ്ട് അവർക്കിപ്പോൾ. എന്നും കുട്ടികൾ പുലർച്ചെ 5 മണിക്ക് ഉണരുന്നു, 6 മണി വരെ പഠിക്കുന്നു. പിന്നെ കിച്ചണിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു. മുറ്റം തൂക്കുന്നതും ബബിതയും കൃഷ്ണജയും കൂടെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിലും മറ്റും രോഹിത് അവരെ സഹായിക്കുന്നുണ്ട്. കൃഷ്ണജയാണ് അച്ഛന് കൃത്യമായി ചായയും മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നത്. കുട്ടികൾ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്ന ഉടനെ ചായയും കുടിച്ച് പത്രവും മറ്റും വായിക്കുന്നു. ഇതൊന്നും ഇതുവരെ ഇല്ലാതിരുന്ന ശീലങ്ങളാണ്. അടിക്കലും തുടയ്ക്കലും വസ്ത്രം കഴുകുന്നതുമെല്ലാം വൈകിട്ടത്തെ പരിപാടികളാണ്. 6:30 ആവുമ്പോഴേക്കും ഈ പണികളെല്ലാം ഒതുക്കി വീട്ടിൽ വിളക്ക് വെച്ചിട്ടുണ്ടാവും. 8:30 ആവുമ്പോഴേക്കും ഡിന്നർ റെഡി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്കൂളിലെയും കോളേജിലെയും വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ബാലചന്ദ്ര മേനോനും അവർക്കൊപ്പം കൂടാറുണ്ട്. അതിനുശേഷം കുറച്ച് സമയം TV കാണും. കൃത്യം 10 മണിയാവുമ്പോഴേക്കും അവരെല്ലാം ഉറങ്ങാൻ പോകും. ഈ മാറ്റങ്ങളെല്ലാം അവരിലേക്ക് കൊണ്ടുവന്നത് അലീനയാണ്. അതിൽ വൈജയന്തിക്ക് യാതൊരു സംശയവുമില്ല. അവൾ പോയെങ്കിലും അവളുടെ ചിത്രവട്ടങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. താനുള്ളപ്പോൾ അവളുടെ ഒരു ഓർമ്മ പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. വൈജയന്തി മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം 4:30 ആയപ്പോഴേക്കും വൈജയന്തി ഉണർന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കിച്ചണിലെത്തി. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പണികളൊക്കെ തുടങ്ങി. 5 മണിക്ക് എഴുന്നേറ്റ് വന്ന് കൃഷ്ണയും ബബിതയും കാണുന്നത് അടുക്കളയിൽ കറിക്കരിയുന്ന വൈജയന്തിയെ. അത് കണ്ട് ഒരു നിമിഷം അവർ ഞെട്ടിത്തരിച്ചുപോയി. ഇത്രയും നേരത്തെ അമ്മ ഉണർന്നത് അവരിതുവരെ കണ്ടിട്ടില്ല. ഇത് കണ്ട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇത്രയും നേരത്തെ എഴുന്നേറ്റ്? അടുക്കളയിൽ ഇതുവരെ ഇല്ലാത്ത പതിവാണല്ലോ. അതും ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അത്രയ്ക്കങ്ങ് വയ്യായൊന്നുമില്ല. കാലിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. കൈക്ക് ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് കൃഷ്ണജ പറയുന്നുണ്ട്, അമ്മയ്ക്കിപ്പോ റെസ്റ്റ് വേണ്ട സമയല്ലേ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തോളില്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ റെസ്റ്റിൽ തന്നെ ആയിരുന്നല്ലോ. അത്രയൊക്കെ റെസ്റ്റ് മതി എനിക്ക്. കൂടുതൽ റെസ്റ്റ് എടുത്താലേ ഞാൻ മടി പിടിച്ചു പോകും. അപ്പോഴേക്കും കൃഷ്ണജിയുടെ മറുപടി വന്നു, അമ്മയല്ലല്ലോ ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത്, അലീന ചേച്ചിയല്ലേ? ഇത് കേട്ട് ദേഷ്യത്തോടെ വൈജയന്തി പറയുന്നുണ്ട്, ഒരു അലീന ചേച്ചി? അവൾ എന്നാടി ഈ വീട്ടിലോട്ട് കയറി വന്നത്? ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് ജോലിക്കാരികൾ നിന്നിട്ടുണ്ടല്ലോ. അവരുടെ ആദ്യം പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്തു പറഞ്ഞാലും ഒരു അലീന ചേച്ചി. ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ എന്നാത്തിനാ ഇവിടെ നിന്നിരുന്ന വേലക്കാരികളുടെ ഒക്കെ പേര് ഓർത്തു വെക്കുന്നേ? പരീക്ഷയ്ക്ക് എന്താ ക്വസ്റ്റ്യൻ വരുമോ? ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ഈ അലീന ചേച്ചിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ശമ്പളം മേടിച്ചോണ്ടിരുന്നില്ലേ അവളും ജോലി ചെയ്തിരുന്നത്? ശമ്പളം മാത്രമല്ലല്ലോ, അതിന്റെ കൂടെ കിമ്പളം കിട്ടിയിരുന്നല്ലോ അവൾക്ക്. ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, ആ അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ അലീന ചേച്ചിയുടെ പേര് മാത്രം ഓർത്തിരിക്കുന്നത്. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. മോളെ, അധികം അങ്ങ് ഞങ്ങളിക്കല്ലേ. ഈ വേലക്കാരികളും കൂലിക്കാരികളും ഇല്ലാതിരുന്ന സമയത്തും നിങ്ങളെ നോക്കി വളർത്തിയതും നിങ്ങൾക്ക് വേണ്ടത് വെച്ചുണ്ടാക്കിയതും നിങ്ങളുടെ ഈ അമ്മയാ. എനിക്ക് ഇപ്പൊ നിങ്ങളുടെ ഈ അലീന ചേച്ചിയുടെ അത്രയും വിലയില്ല അല്ലേ? ഇത് കേട്ട് ബബിത പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, ഞാൻ തോറ്റു. ഇതിൽ കൂടുതൽ അമ്മോട് തർക്കിച്ചു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ എന്നെ തന്നു വെച്ച ചെയ്തോ. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, മോളൊന്നും നിന്നേ. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ഈ വീട്ടിലെ പണികൾ എടുക്കേണ്ട കാര്യമൊന്നും ഈ വീട്ടിലെ കുട്ടികൾക്കില്ല. അതെല്ലാം അവൾക്ക് കാല് നീട്ടിയിരുന്ന് സൂഹിക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയ ചിട്ടകളാ. നിങ്ങൾ പൊട്ടികളും പൊട്ടന്മാരായതുകൊണ്ട് അവളുടെ വലയിൽ വീണു. അവളേതായാലും ഇവിടുന്ന് പോയല്ലോ. ഇനി അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ട. ഞാനാ ഇവിടുത്തെ കുടുംബനാഥ. നാളെ മുതൽ 5:30 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ മതി. ഇത് കേട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റാ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴൂ. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. പിന്നെ ബബിത തർക്കിക്കാൻ നിന്നില്ല. നേരെ മുറിയിലോട്ട് പോയി കട്ടിലിൽ കയറി കിടന്നു. കൃഷ്ണജയാണെങ്കിൽ അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട്. അമ്മയ്ക്ക് ഇത് എന്നാത്തിന്റെ കേടാ ചുമ്മാ കിടന്ന് വഴക്കുണ്ടാക്കുന്നു? ചുമ്മാതോ? നിങ്ങൾക്ക് എന്തോരം പഠിക്കാനുണ്ട്. ആ സമയത്താ അടുക്കളപ്പണിയും വീട്ടുജോലിയായി നിൽക്കുന്നേ. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ ഇങ്ങനെ പോയാ? ഇത് കേട്ട് കൃഷ്ണജ പറയുന്നുണ്ട്, പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാത്തിനും ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, എടീ, പഠിക്കാത്തൊരു സമയം കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? പിന്നെ രോഹിത്തിനെ കൊണ്ട് അടുക്കള പണി ചെയ്യിക്കുന്നത് അത് വലിയ കേമത്തരാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഞാൻ കണ്ടു നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്. അവനൊരു ആൺകുട്ടിയല്ലേടി, അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാവോ? അപ്പൊ കൃഷ്ണജ പറയുന്നുണ്ട്, അത് കൊള്ളാലോ. ആമ്പിള്ളേർക്ക് എന്താ കൊമ്പുണ്ടോ?
അവര് വീട്ടുജോലി ചെയ്താൽ എന്താ കുഴപ്പം? വേറെ വീട്ടിലൊന്നല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ. രോഹിയേട്ടന് ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ അമ്മയ്ക്ക് എന്താ? രോഹിയേട്ടനാണെങ്കിപ്പോൾ എല്ലാ കറികളും വെക്കും, എല്ലാത്തിനും നല്ല ടേസ്റ്റാ. അലീന ചേച്ചിയാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അലീനയുടെ പേര് കേട്ടപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ദേ, അവളുടെ പേര് പോലും ഇവിടെ ഉച്ചരിച്ചു പോയരുത്. ആ പിള്ളേര് പാചകം പഠിച്ചാലേ പിന്നെ വന്നു കയറുന്ന പെൺപിള്ളേര് അടുക്കളയിൽ കയറാതെയോ എല്ലാ യുവന്മാരെ കൊണ്ട് വെപ്പിക്കും. നിന്റെയൊക്കെ അച്ഛൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ്സെങ്കിലും കഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ കൃഷ്ണജ പറയുന്നുണ്ട്, ആ അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലീന ചേച്ചി ഇല്ലാതെ പോയി. ഉടനെ വൈജയന്തിയുടെ മറുപടി വന്നു, ദേ കൃഷ്ണേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോയിക്കോ. അത് കേട്ട് കൃഷ്ണജ പറയുന്നുണ്ട്, അല്ലേലും അമ്മോട് സംസാരിച്ച സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, പോത്തിനോട് വേദം ഓതുന്ന പോലെയാ. അതും പറഞ്ഞുകൊണ്ട് കൃഷ്ണജ ഒരു ഒറ്റ പോക്കങ്ങ് പോയി. ബബിതയും കൃഷ്ണയും 6:30 ആയപ്പോഴേക്കും മുറ്റം തൂക്കാനായി വന്നു. അപ്പോഴേക്കും വൈജയന്തിയുടെ ഹോം നഴ്സ് മുറ്റം പകുതി തൂത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബബിത ചോദിച്ചു, നിങ്ങളോട് ആരാ പറഞ്ഞേ ഈ മുറ്റം തൂക്കാൻ? നിങ്ങൾ ഹോം നഴ്സ് അല്ലേ? ഇത് കേട്ട് ഹോം നഴ്സ് പറയുന്നുണ്ട്, അത് പിന്നെ ഇതൊക്കെ ചെയ്താ എനിക്ക് ഡെയിലി 50 രൂപ എക്സ്ട്രാ തരാമെന്ന് വൈജയന്തി മാഡം പറഞ്ഞിട്ടുണ്ട്. അത്രയും കേട്ടതും ബബിതയും കൃഷ്ണയും കൂടി വൈജയന്തിയുടെ അടുത്തോട്ട് ചെന്നു. അമ്മേ, 50 രൂപ വെച്ച് ഡെയിലി ഞങ്ങൾക്ക് താ, ഞങ്ങൾ തൂത്തോളാം ഈ മുറ്റം. അതിന് മറുപടി വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങളുടെ ജോലി പഠിക്കാന്നുള്ളതാ, അത് മാത്രം ചെയ്താൽ മതി. ഇതിനിടയിൽ കിച്ചണിൽ കയറി വന്നപ്പോൾ രോഹിത്തിന് മനസ്സിലായി അടുക്കള ഭരണം അമ്മ കൈയടക്കിയെന്ന്. അവൻ കൃഷ്ണയും ബബിതയും കണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഒരട്ടിമറി നടത്തി സാമ്രാജ്യം തിരിച്ചു പിടിച്ചു അല്ലേ? അപ്പൊ ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചിയോടുള്ള വാശിയ രോഹിയേട്ടെ അത്. ആ അമ്മയുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ അതിൽ തലയിടാൻ പോകണ്ട. അങ്ങനെയും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോയി. വീട്ടിൽ വന്ന മാറ്റം ബാലചന്ദ്രമേനോനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നായിരുന്നു ബാലചന്ദ്രന്റെ പേടി. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടികളെ വൈജയന്തി ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഹോം നഴ്സിന്റെ കൂട്ടുപിടിച്ച് അവരെല്ലാ ജോലിയും തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീനയുടെ ടൈം ടേബിൾ എല്ലാം അവർ മാറ്റിമറിച്ചു. അത്താഴത്തിന് ശേഷം കുട്ടികളുമൊത്ത് സംസാരിച്ചു ഇരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അവിടേക്ക് പെട്ടെന്ന് വൈജയന്തി കയറി വന്നു. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ പിള്ളേരെ? എന്തോന്നാ ഇത്ര പറയാൻ? നാട്ടുകാരുടെ പരദൂഷണോ അതോ ക്ലാസ്സിലെ സില്ലി തിങ്സോ? അതൊക്കെ അവിടെ കളഞ്ഞിട്ട് പോരണം, പോയി ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക്. ഇത് കേട്ടതും ഉടനെ ബബിതയുടെ ചോദ്യം വന്നു, ഞങ്ങൾ അല്പം സമയം ഇവിടെ ഇരുന്ന് സംസാരിച്ചാ എന്നതാ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീഴുവോ? ഇല്ലല്ലോ. ഇത് കേട്ടതും വൈജയന്തി പറഞ്ഞു, കണ്ട അലവലാദികൾ ഇവിടെ വന്നുണ്ടാക്കിയ ശീലങ്ങളല്ലേ ഇതൊക്കെ, അതൊന്നും ഇനി ഇവിടെ നടപ്പില്ല. ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഇത് കേട്ടതും ബബിത അച്ഛനെ ഒന്ന് നോക്കി. അച്ഛൻ ഒന്നും പറയാനില്ലേ എന്നായിരുന്നു അവളുടെ നോട്ടത്തിന്റെ അർത്ഥം. ബാലചന്ദ്രൻ അപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും ബബിത, അച്ഛൻ്റെ വായിലെന്താ പഴമാണോ? അമ്മ പറയുന്നത് കേട്ടില്ലേ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഒന്നുകിൽ അച്ഛൻ അമ്മ പറയുന്നത് കേട്ട് പഞ്ചപൂജ അടക്കിയിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ 2 അടി കൊടുത്തിട്ടാണെങ്കിലും അമ്മയെ അനുസരിപ്പിക്കണം. അപ്പോഴും ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. അയാളുടെ രക്തം തിളച്ചു വരുന്നുണ്ടെങ്കിലും അലീന പറഞ്ഞ വാക്കുകളാണ് അയാളുടെ മനസ്സ് നിറയെ. താനിപ്പോൾ സംസാരിച്ച അത് ചിലപ്പോൾ ഒരു പൊട്ടിത്തെറിയിലാവും അവസാനിക്കുക. അതോടെ ഈ കുടുംബം ശിഥിലമാവും. അയാൾ മൗനം പാലിച്ചു. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്